പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പായസങ്ങളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് പായസം. പലതരത്തിലുള്ള പായസങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പായസങ്ങളുടെ റെസിപ്പിയാണ് ഇന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. കുറച്ച് കൂടുതൽ റെസിപ്പി ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നവർ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അല്ലാത്തവർക്ക് ഞാൻ എന്നും പറയുന്നത് പോലെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു റെസിപ്പി മുഴുവനായിട്ട് കണ്ടു നോക്കണേ. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സേമിയ പായസമാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സേമിയ പായസം സാധാരണ സേമിയ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പകരം കുനാഫ സേമിയ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു സേമിയ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മൾ കുനാഫയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സേമിയാണ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. 35 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സേമിയ വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു സേമിയ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഓൾറെഡി വറുത്തെടുത്ത സേമിയ തന്നെയാണ്. അതുകൊണ്ട് ഇനി വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം പാല് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് കുനാഫ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതിയേ. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചസാര കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. മിൽക്ക് മെയ്ഡിനും ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഇതുപോലെ യോജിപ്പിച്ചാൽ മതി. അപ്പോഴേക്കും സേമിയ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യം സേമിയ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു കുനാഫ സേമിയ ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാല് തിളച്ചതിന് ശേഷം മാത്രം സേമിയ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മിൽക്ക് മെയ്ഡാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പായസത്തിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ വരെ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ടൊന്ന് വറുത്തൊഴിക്കണം. അതിനായിട്ടൊരു ഫ്രൈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് റൈസിൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കണം. വെറും 5 മിനിറ്റ് മതി ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സേമിയ പായസ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം.
അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാൽപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ 1 ലിറ്റർ പാല് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കറികളൊന്നും വെക്കാൻ വേണ്ടി എടുക്കാത്ത നല്ല വൃത്തിയുള്ള പ്രഷർ കുക്കർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറികളൊക്കെ വെക്കുന്ന പ്രഷർ കുക്കർ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് പായസം റൈസല്ല എടുക്കുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം പാലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് തിളക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പക്ഷേ പ്രഷർ കുക്കർ അടച്ചു വെക്കുമ്പോൾ പാല് തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വെക്കുക. കാരണം പാല് തിളക്കുന്ന സമയത്ത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം തുളുമ്പി താഴെ പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് വേണം പ്രഷർ കുക്കർ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ നന്നായിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത്, കാരണം വിസിൽ വരാൻ പാടില്ല. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും റൈസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പാൽപ്പായസം നമ്മൾ വറുത്തൊഴിക്കാറില്ല, കാരണം കാഷ്യൂ നട്ട്സും റൈസൻസും ഒന്നും വറുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാറില്ല. അതുകൊണ്ടൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് നേരെ അടുത്ത പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. ടേസ്റ്റി ആയതും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഈ ഒരു പരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ ഒരു പരിപ്പ് പ്രഥമൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കടിക്കുമ്പോൾ പൊട്ടുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചെറുപയർ പരിപ്പ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. ഇതേ സമയം തന്നെ ഞാൻ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. പരിപ്പ് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ സമയത്ത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കഴുകിയെടുക്കാൻ പാടുള്ളൂ. ഈ സമയം ശർക്കരയും നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം.
ഇനി നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ പാൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി തേങ്ങ എടുക്കുമ്പോൾ പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും. ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്നാം പാൽ തയ്യാറാക്കിയെടുക്കണം. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പീര നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടിച്ചെടുത്തിട്ട് മറ്റൊരു ബൗളിലോട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇത് രണ്ടാം പാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രണ്ടാം പാലിലാണ് നമ്മൾ ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മുടെ ഒന്നാം പാലും രണ്ടാം പാലും ശർക്കരയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ പയർ തണുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് രണ്ടാം പാൽ ഒഴിച്ചിട്ട് മുഴുവനായിട്ട് ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു പയർ നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ മാത്രം ഒഴിച്ചാൽ മതി. 2 വിസിലിന് ശേഷം എയർ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കണം. ഇപ്പം നമ്മുടെ പയറൊക്കെ വെന്ത് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു കടായിലോട്ട് മാറ്റണം. ഇതിലാണ് നമ്മൾ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഇത് ഉടച്ചു കൊടുക്കുകയെന്ന് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള രണ്ടാം പാൽ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒന്നാം പാൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1.5 കപ്പോളം ഒന്നാം പാലുണ്ട്. ഇപ്പോൾ പായസം ചെറുതായിട്ടൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല, വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ വരെ ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് റൈസിൻസ്, അതായത് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രുചികരമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പ്രഥമൻ നമുക്ക് ചെറുപയർ വെച്ചിട്ടും തൂരപ്പരിപ്പ് വെച്ചിട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ പല പായസ റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇളനീർ പായസം, ക്യാരറ്റ് പായസം, പിങ്ക് പാലട, അടപ്രഥമൻ, ഇങ്ങനെ പല പായസ റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെരുന്നാളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ പെരുന്നാളിന് നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരറ്റ് വെർമിസെല്ലി പായസമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ.
പായസം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ അത്യാവശ്യം വലിയ 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത ക്യാരറ്റാണ് എടുക്കുന്നതെങ്കിൽ പുറത്തെടുത്ത് വെച്ചിട്ട് നോർമൽ സ്റ്റേജിലായതിനു ശേഷം മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്ന ടൈമിൽ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നോർമൽ സ്റ്റേജിലായതിനു ശേഷം മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് പാലിൻ്റെ അളവിനാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്യാരറ്റിൻ്റെ അളവും കൂട്ടിക്കൊടുക്കണം. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2-3 ടീസ്പൂണ് ഗീ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു പിടി കാഷ്യൂ നട്ട്സും റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗീയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലോട്ട് തന്നെ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് നമുക്കിതിലോട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ആ ഒരു വെള്ളമയമൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഈ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഇതിലോട്ട് ഇനി നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേ ഫ്രൈ പാനിലോട്ട് തന്നെ ഒരു 1/2 കപ്പ് വരെ സേമിയ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്ത സേമിയ ഉണ്ടെങ്കിൽ ഇതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പായസം കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സേമിയ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നാൽ മതി. നന്നായിട്ട് കളർ ചേഞ്ച് ആവണ്ട. ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു കടായിയിലോട്ട് 3 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു പാല് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റിലും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് താഴെ പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെരുന്നാളിനൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ ക്യാരറ്റും അതുപോലെ സേമിയയുടെയും അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3/4 ലിറ്റർ പാലിൻ്റെ അളവിലാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. പാലിവിടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പായസം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ വന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ, തണുത്ത ഐറ്റംസ് ഒന്നും നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ പെരുന്നാളിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മുൻകൂട്ടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഒരു പായസം. ഇനി ഈ ഒരു സേമിയൊക്കെ നമുക്കൊരു ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി പൊടിച്ച് വെച്ച ഏലക്കപ്പൊടിയുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു 4-5 ഏലക്കയുടെ സീഡ് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു സേമിയ കുറച്ചുകൂടി ഒന്ന് കുക്കായി വരാനുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടി ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പാലൊക്കെ ഏകദേശം കുറുകി സേമിയൊക്കെ ഒരു 75% വരെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് മുഴുവനായിട്ടും തന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കൂടി ചേർക്കുമ്പോൾ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു കളറായിട്ട് വരും. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ വരെ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പായസം സെർവ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് തണുത്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നിട്ട് അവർക്ക് സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ സംസാരത്തിനിടയിൽ അവർക്ക് സെർവ് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ഈ പായസം തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. ഇനി നമുക്ക് അവസാനമായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു കാഷ്യൂ നട്ട്സും റൈസൻസും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇത്രയും ലൂസായിരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം. കാരണം സേമിയ ചേർത്തത് കൊണ്ട് തണുക്കും തോറും ഇത് തിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നൊരു പായസ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിൽ വെച്ചിട്ട് വ്യത്യസ്തമായ രുചിയിലൊരു പായസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് 1 കപ്പ് അവിലിട്ട് കൊടുക്കാം. ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് വെളുത്ത അവിൽ വേണമെങ്കിലും എടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത അവിൽ തന്നെയാണ്. എങ്കിൽ കൂടി നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ഇത് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മൾ കൈവച്ചിട്ട് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത്രയും മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടായിൽ 2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര കണ്ട് വേണോ അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി പാൽ നന്നായിട്ട് തിളച്ച് വരണ്ട. സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിള വന്ന് തുടങ്ങുന്ന ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. പാൽ തിളച്ചതിന് ശേഷം ഈ അവിൽ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തിളക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ അവിലൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോകും. അതിനുശേഷം നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനിയും ചേർത്ത് കൊടുക്കാം.
ഞാൻ ഇതേ സ്പൂണിന് തന്നെ 1 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനിപ്പോൾ കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ തന്നെ ഇത് തിക്കായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ അവിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിന് എത്ര കണ്ട് തിക്നെസ് വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ 2-3 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമുള്ള പായസമൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു 3-4 ഏലക്കായയുടെ സീഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത്രയും തിക്നെസ് മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വരെ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് റൈസിൻസ് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളുത്ത റൈസിൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള അവിൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് അവസാനമായിട്ട് വേറൊരു പായസത്തിൻ്റെ റെസിപ്പി കൂടി കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഒരു പായസമാണ്. ഉണക്കലരി വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. പൊടിയരി, ഉണക്കലരി, നുറിയരി എന്നൊക്കെ ഇതിനെ പറയും. നല്ല ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ശേഷം പെരുന്നാളിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ 240 ml കപ്പാണ്. ഈ ഒരു കപ്പിന് 2 കപ്പ് അരിയുണ്ട്. അത് കഴിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ടുണ്ട്. 500 ഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു 20 ഗ്രാം കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് ഇതൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്, എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇത് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1/2 കിലോഗ്രാം അരിക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അതിന് ശേഷം ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം, എങ്കിൽ മാത്രമേ പായസം നന്നായിട്ട് ടേസ്റ്റി ആവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിന്ന് പശുവിൻ പാലാണ് എടുക്കുന്നത്. 1/2 കിലോഗ്രാം അരിക്ക് 2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതായത് 8 കപ്പ് പാലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അളന്നിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പലരും പറഞ്ഞിട്ടുണ്ട് പായസം ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്, പക്ഷേ അത് തയ്യാറാക്കാൻ ഭയങ്കര മടിയാണ്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാല്, 2-ാം പാല് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അത് കാരണം പായസം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മടിയൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ പശുവിൻ പാലിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതിവിടെ കിടന്നിട്ട് വേവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം.
ഞാനിവിടെ 500 ഗ്രാം വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വെല്ലം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഡാർക്കായിട്ടുള്ളൊരു വെല്ലം കിട്ടാറുണ്ട്, കറുത്ത വെല്ലം കിട്ടാറുണ്ടല്ലോ, അതെടുക്കരുത്. ഈ ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള വെല്ലം വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിലുള്ള അരിയും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. കണ്ടല്ലോ, പ്രഷർ കുക്കറിലുള്ള അരിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമേ പായസം നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ഭാഗം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ടും എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 1/4 ഭാഗം ഒഴിച്ചിട്ട് കുറച്ച് ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഈ ഒരു ശർക്കരയും അരിയൊക്കെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്കാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് മാത്രം മതിയാവും. കണ്ടല്ലോ, ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാല് 2 ലിറ്റർ പാലാണല്ലോ, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് വീണ്ടും തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരും. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം വരെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇടയ്ക്കിടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അരിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കണ്ടല്ലോ, ഇതിപ്പോൾ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇത് വീണ്ടും തിക്കായി വന്നിട്ടുണ്ട്. പായസം കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ച പാല് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു പായസം നമ്മൾ തയ്യാറാക്കിയിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് തണുക്കും തോറും ഇത് വീണ്ടും തിക്കായിട്ട് വരും. അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ ഇറക്കി വെക്കണമെന്ന് പറയുന്നത്. ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കൂടുതൽ പായസം ഉള്ളത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾ എത്ര കണ്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ചൂടായിട്ട് വരണം. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണല്ലോ. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തൊഴിക്കണം. ഇത് ഞാനിവിടെ മറ്റൊരു അടുപ്പിലോട്ട് മാറ്റാണ്. ഇനി വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു പിടി കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു പായസമാണ് ഈ ഒരു ഉണക്കലരി പായസം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാം. കാരണം തേങ്ങാപ്പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരക്ക് പകരം നമ്മൾ ശർക്കരപ്പാനിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പായസം തയ്യാറാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രഷർ കുക്കർ എടുക്കുമ്പോൾ കറികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പ്രഷർ കുക്കർ എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ പാലൊഴിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഗീ റൈസും പായസവും മാത്രം തയ്യാറാക്കുന്ന പ്രഷർ കുക്കറാണ്. ഇനിയിപ്പോൾ കറികൾ ഉണ്ടാക്കുന്ന പ്രഷർ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ചൂട് തണുത്ത് വരുമ്പോൾ ഇത് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഉണക്കലരി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ പായസം റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലേത് പായസമാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ഒരു പെരുന്നാളിന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. താങ്ക് യു.